യെസ്, വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പിലെ ചില സാധ്യതകളുടെയും കണക്കുകൂട്ടലുകളുടെയും കഥകളിലേക്ക് വരുന്നു. സിറ്റിംഗ് സീറ്റായ കൂത്തുപറമ്പ് ഇത്തവണയും തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യവുമായി RJD നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. മണ്ഡലം CPM ഏറ്റെടുക്കുമെന്ന പ്രചാരണത്തിനിടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി KP പ്രശാന്ത് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റായ കൂത്തുപറമ്പിൽ വിജയ സാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെന്നും KP പ്രശാന്ത് മീഡിയ വണിനോട് പറഞ്ഞു. RJDക്ക് കഴിഞ്ഞവണ സംസ്ഥാനത്ത് ഏക സീറ്റ് ലഭിച്ചത് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ തുടങ്ങിയ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കെ RJDയുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. RJD സംസ്ഥാന സെക്രട്ടറി KP പ്രശാന്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കൂത്തുപറമ്പാണ് RJDയുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് കണ്ണൂർ ജില്ലയിൽ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏക MLA തിരഞ്ഞെടുക്കപ്പെട്ടതും കൂത്തുപറമ്പെന്നാണ്. ഇത്തവണ വരുമ്പോഴേക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു മണ്ഡലം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു വിലയിരുത്തൽ? CPM ഈ മണ്ഡലം പിടിച്ചെടുത്തേക്കും അല്ലെങ്കിൽ അവർ എടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇല്ല, അതിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ RJDയുടെ സിറ്റിംഗ് സീറ്റാണ് കൂത്തുപറമ്പ്. സിറ്റിംഗ് സീറ്റ് ഏത് മുന്നണിയിലായാലും അതത് പാർട്ടികൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് മുന്നണി സംവിധാനത്തിൽ നമ്മൾ കണ്ടുവരുന്ന കീഴ്വഴക്കം. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ ആശങ്ക നമ്മുടെ പാർട്ടിയിലില്ല, പാർട്ടിക്കോ പാർട്ടി നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഇല്ല. മാത്രമല്ല, കൂത്തുപറമ്പ് ഇത്തവണ മികച്ച വിജയം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം പാർട്ടിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പൊതുവെ RJDയുടെ LDF നേതൃത്വം, CPM നേതൃത്വം ഒരു അവഗണന കാട്ടുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. പലപ്പോഴും ശ്രേംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആ ആക്ഷേപം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ അത്തരത്തിലൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അല്ല, അത് ഞങ്ങളുടെ ആശങ്ക അതത് സമയത്ത് LDFൻ്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ LDFൽ അത് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും LDFലെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJDക്ക് മാത്രം കിട്ടിയില്ല. അതാണ് സാധാരണ പ്രവർത്തകരിൽ വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്നിരുന്നാലും LDFൻ്റെ കെട്ടുറപ്പ് എന്നുള്ള നിലക്ക് ആ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് RJD ചെയ്യുന്നത്. മുന്നണി തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ RJDയുടെ പ്രവർത്തകർ ആ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നുണ്ട്. നിലവിൽ നമ്മളെ MLA ആയിട്ടുള്ളത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KP മോഹനാണ്. അദ്ദേഹം ഒരു 5 ടേമായി കൂത്തുപറമ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ KP മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. KP മോഹൻ മാറണം എന്നുള്ളൊരു നിലപാട് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട് എന്ന് പറയുന്നു. അതിനകത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അത്തരം ചർച്ചകളൊന്നും പാർട്ടിക്കകത്ത് നടക്കുന്നില്ല, അങ്ങനെ തുടങ്ങിയിട്ടുമില്ല. അവിടെ വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. LDFൻ്റെ തുടർഭരണം എന്നുള്ളത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്.